നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നാളെ ചേച്ചിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം നടക്കാൻ പോവാ. എന്റെ മോളുടെ പഠിത്തം വീണ്ടും തുടങ്ങാൻ പോകുന്നു. ചേച്ചിയുടെ മനസ്സ് നിറഞ്ഞു. നന്നായിട്ട് പ്രാർത്ഥിക്കേ. കൃഷ്ണ, എന്റെ മോളാ ഇവള്. അറിയാലോ, ഇവക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഫൈൻ ആർട്സ് കോളേജില് നാളെ അഡ്മിഷൻ എടുക്കുക. കൈവിടാതെ കാത്തോളണേ. ചോട്ട് നല്ല പ്രാർത്ഥനയിലാണല്ലോ. നാളെ കോളേജിൽ പോവല്ലേ രൂപേഷ് ഏട്ടാ? ഓ, കണ്ണനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാന്ന് വെച്ചു. ആണോ ചോട്ടു? ഇനി അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങാം. മോളെ വാ. അച്ഛന്റെ അടുത്തേക്കാണോ? ഞാനും വരാം. മോളെ. അച്ഛനും അമ്മയും അഞ്ജുവിനെ എന്ത് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചോ അത് പഠിക്കാൻ ഇവള് നാളെ മുതൽ കോളേജിൽ ചേരുക. അനുഗ്രഹിക്കണം. മോളെ, നിന്നെ രണ്ടുപേരും അനുഗ്രഹിച്ചു കഴിഞ്ഞു. മോളെ, അച്ഛന്റെ അമ്മയുടെയും മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കേ. അത് ശരിയാ. നകുലം പോലീസിന്റെ മുഖത്തൊരു ചിരി. അമ്മായിയമ്മ അമ്മായി അച്ഛനും ഒരു കാര്യം ഓർക്കണം, ഇതെല്ലാം ഈ മരുമോന്റെ ഐശ്വര്യ. വാച്ചോട്ടു, ഇനിയേ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട. പോലീസ് അങ്കളെ, ഇനി ആ കോളേജ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രണ്ടുപേരും കൂടി ആലോചിച്ചിട്ട് പറയണം. നമുക്ക് വേറെ കോളേജ് നോക്കാം. പിന്നെ അഭിപ്രായം ചോദിച്ചില്ല എന്ന് പറയരുത്. ഇനി ഇവിടെ നിന്നാ എന്റെ ചോട്ട് കരയും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അല്ല ദർശനേ, ഈ ചോട്ടുവിനെ കൊണ്ടേ എല്ലാവരുടെ അനുഗ്രഹം വാങ്ങിച്ചോ. അമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ നാളെ പറഞ്ഞ അനുഗ്രഹം വാങ്ങിക്കാം. അല്ല, ഈ രൂപേഷിന്റെ അനുഗ്രഹം വാങ്ങിച്ചോ. ചിരിക്കാൻ പറഞ്ഞല്ല, കാര്യമായിട്ട് പറഞ്ഞ. അയ്യോ, എണീക്ക് ചോട്ടു, ഞാൻ വെറുതെ പറഞ്ഞതാ. എണീക്ക്, എഴുന്നേക്ക് ചോട്ടു, എഴുന്നേക്കാൻ. എഴുന്നേക്ക്, ഞാനൊരു തമാശക്ക് പറഞ്ഞതാ. എന്താ പറഞ്ഞേ? അഞ്ജു പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലേ? രൂപേഷ് ഏട്ടൻ ഇവക്ക് ദൈവമാണെന്ന്. അയ്യോ, ദൈവോ? നീ എന്തൊക്കെയാ ചോട്ടു ഈ പറയുന്നത്? വാ. പിന്നെ കൊറേ കൂട്ടുകാരെ കിട്ടും. അഞ്ജുമോളെ, ഇങ്ങത്താ, ഞാൻ പിടിക്കാം. ചേച്ചി ഫുഡ് എടുക്കാൻ മറന്നുപോയി. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാട്ടോ. നീ അന്ന് പറഞ്ഞത് ശരിയാ മോളെ. രൂപേഷിന് ഒരു കൂടപ്പുറപ്പില്ലാത്തതിന്റെ സങ്കടമൊക്കെ അവൻ ആ പാവം കുഞ്ഞിനെ കണ്ടപ്പോ മറന്നു. അവന്റെ സന്തോഷം കണ്ടില്ലേ? അതെ മുത്തശ്ശി, മോന് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അമ്മയുടെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം വാങ്ങിക്കേ. ചെല്ല. ചോട്ടു,
മുത്തശ്ശിയുടെ അമ്മയുടെയും കാലി തൊട്ട് അനുഗ്രഹം വാങ്ങിക്കേ. ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം. ആ മോളെ, മോളെ ദൈവം അനുഗ്രഹിക്കും, നല്ലതേ വരൂ. അതെ, എന്റെ മോള് മിടുക്കിയായിട്ട് വരട്ടെ. അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. മോളെ റാങ്ക് വാങ്ങിച്ച് ജയിക്കണം. മോള് മുത്തശ്ശിക്ക് വരച്ചു തന്ന കൃഷ്ണനെ മുത്തശ്ശി പൂജാമുറി തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇനി മുത്തശ്ശി വരുമ്പോ പാർത്ഥസാരഥിയായി നിൽക്കുന്ന ഭഗവാനെ വരച്ചു തരണം കേട്ടോ. അഞ്ജന മോളെ, മോളെ മോക്ക് എന്റെ അനുഗ്രഹം വേണ്ടേ? വാ വാ, ഞാൻ അനുഗ്രഹിക്കട്ടെ. വാ, എന്റെ കാലി തൊട്ട് അനുഗ്രഹം വാങ്ങിടി. വരാൻ. ഗിരിജേ, ആ ചേച്ചി, ഇതാര്? മുത്തശ്ശി ഉണ്ടായിരുന്നോ ഇവിടെ? മുത്തശ്ശി എപ്പോഴാ വന്നേ? ഞാൻ വന്നിട്ട് കൊറേ കാലമായി. ആണോ? ഇനി ഇവിടെ നിർത്തിയ പ്രശ്നമാവും. എന്തായാലും പിടിച്ചു മാറ്റാം. നല്ല സാരിയാണല്ലോ. അമ്മേ, അമ്മ ഇങ്ങോട്ട് വന്നേ. ഇങ്ങനെ ഇറങ്ങി നടക്കരുത് പറഞ്ഞിട്ടില്ലേ? എനിക്ക് മുത്തശ്ശിയോട് ഒരു കാര്യം പറയാനുണ്ട്. ഒന്നും പറയണ്ട. ഇവളോട് അനുഗ്രഹം വാങ്ങാൻ പറയില്ല. വേണ്ടെന്ന്. ഞാൻ അനുഗ്രഹം കൊടുത്തിട്ട് പെട്ടെന്ന് വരാം. ഇനി വിട്. സുമംഗലേ, സൂക്ഷിക്കണം ഇവളെ. ഇവള് അപകടകാരിയാ. ചില കുടുംബദോഷമൊക്കെ ഉള്ള സമയമായിപ്പം. മോളെ അഞ്ജു, അനുഗ്രഹമൊക്കെ വാങ്ങിച്ചോ? എന്നാ ചെല്ല്. മുത്തശ്ശി ചെല്ലു മോളെ. മോളെ എനിക്ക് ഇന്ന് തന്നെ മടക്കണം. മുത്തശ്ശി കുറച്ചു നാളൂടി. പറ്റില്ല സുമംഗലേ, അമ്പലക്കാര്യങ്ങളില് അല്പം കൂടി ശ്രദ്ധിക്കണം. ഉത്സവം ഒന്ന് കഴിയട്ടെ, എന്നിട്ട് ഞാൻ വരാം. മുത്തശ്ശി ഇവിടെ ഉള്ളപ്പോ എന്റെ വിശ്വേട്ടനുള്ളതുപോലെ ഒരു ധൈര്യമാ. അതിനെന്താ, ഞാൻ ഇനിയും വരുമല്ലോ. പിന്നെ അമ്പലക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനേ നീ വൈകാതെ ഒന്ന് അങ്ങോട്ട് വരണം. വാ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. വാ. രാവിലെ ഇവളെന്തിനാ അടുക്കള കയറിയത്? ജോലിക്കാരി എവിടെ പോയി? രാജി എവിടെ പോയി? രാവിലെ ഭ്രാന്തമൊത്തിറങ്ങിയതാണോ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? രാവിലെ ഒരു ചായ തരാൻ പോലും ഇവിടെ ആരുമില്ലേ? രാജി, രാജി, ഇവളിതെവിടെ പോയി കിടക്കുന്നു? അവള് ലീവിന് പോയി. ഇന്നലത്തെ പരിപാടികളൊക്കെ കണ്ടപ്പോഴേ അവള് പേടിച്ചു കാണും. മതി കളിയാക്കിയത്. ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് നല്ല ഓർമ്മയൊന്നുമില്ല. അല്ല, സത്യത്തിൽ ഇന്നലെ എന്താ സംഭവിച്ചത്? നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? എനിക്ക് മാത്രമല്ല, കണ്ടു നിന്ന എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ട്. ഓ, അത് കണ്ട് പേടിച്ചിട്ടേ രാജി സ്ഥലം വിട്ടു പോയതാണെന്ന് എനിക്ക് സംശയം. അതിന് രാജി ആരോട് ചോദിച്ചിട്ട് പോയി? നമ്മളോട് ആരോടും ചോദിച്ചില്ലല്ലോ. വന്ന് വന്ന് ഈ വീട്ടിലെ ജോലിക്കാര് വരെ സ്വയം തീരുമാനം എടുക്കാറായി. ചോദിക്കേണ്ടവരടുത്ത് ചോദിച്ചു കാണും. അപ്പോ നമ്മളൊക്കെ അന്യരാണോ? എന്തായി നോക്കുന്ന? ചായ ആവശ്യമുണ്ടെങ്കിലേ തന്നെത്താൻ അങ്ങിട്ട് കുടിക്കണം. ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ജോലി ചെയ്യുന്നത് നല്ലതാ. ഗുഡ് മോർണിംഗ് ഗിരിജാൻഡി. ഗുഡ് മോർണിംഗ് മോളെ. ചായയും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയില്ലേ ഇതുവരെ? ഞാനൊരു ചായ ചോദിച്ചിട്ട് രഞ്ജിനി എന്നെ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. അപ്പോ ഇതുവരെ നിങ്ങളുടെ പിണക്കം മാറിയില്ലേ? പിണക്കോ? എനിക്കെന്ത് പിണക്കം? അല്ല, അതിന് ഞങ്ങൾ തമ്മിൽ എന്താ ഉണ്ടായേ? അല്ല, നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എനിക്ക് ആരോടും പിണക്കയില്ല.
പിന്നെ എനിക്കാണോ പിണക്കം? അതെ, ഒരു വീടാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വരും. എന്നുവെച്ച് അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കാമോ?